5 വയസ്സ് തൊട്ട് സംഗീതം പഠിക്കുകയാണ്. അല്ല, ചേർത്തല ഗോപാലനായ സാറാണെന്ന് പറഞ്ഞല്ലോ. ചേർത്തല ഗോപാലനായ സാറിൻ്റെ അടുത്ത് ഞാൻ 12 വർഷം ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചു. ഈ 12 വർഷവും 10 വർഷവും അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് സരൽ വരിശയും ദണ്ഡവരിശയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഒരുപാട് പേരുണ്ട് ഒരു ബാച്ചിൽ. അപ്പോൾ ദിവസവും ചെന്ന് ഈ സരി സരി സരിഗമ പതിന് അത് 3 കാലം 4 കാലം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞു, സാറേ എന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു വർണ്ണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു മഹാനായ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞത്, അടിസ്ഥാനം ശരിയായി കഴിഞ്ഞാൽ നീ നന്നായിട്ട് പാടും, നിനക്ക് അടിസ്ഥാനം ഉണ്ട്, എന്നാൽ ഒന്നുകൂടെ ഉറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു 120 നില കെട്ടിയെ കഴിഞ്ഞാലും അത് ഉറയ്ക്കും. ആ നില അവിടെ കാണും. അടിസ്ഥാനം ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന്. കെട്ടാൻ പറ്റും, പക്ഷെ വീഴും. അപ്പോൾ ഒരു വലിയ മഹാഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ബേസിക്കായിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, ഉണ്ടായിരുന്നെങ്കിൽ ആര് വന്ന് ചോദിച്ചാൽ ആരുടെ അടുത്ത് പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ചേർത്തല സാറിന്. പറയാതിരിക്കാൻ പറ്റില്ല. സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ട് എനിക്ക് കേരള ഫൈൻ ആർട്ട് സൊസൈറ്റിയുടെ ഒരു ഗോൾഡ് മെഡൽ കിട്ടി. ഡെയിലി പ്രാക്ടീസ് എങ്ങനെ? പ്രാക്ടീസ് ഞാൻ സാറ്റർഡേ സൺഡേ ഒക്കെ രാവിലെ 4 മണിക്ക് എണീറ്റ് പ്രാക്ടീസ് ചെയ്യും. ഓ ഗ്രേറ്റ്. പിന്നെ വീട്ടിന്റെ ജോലിയും കാണുമല്ലോ. പിന്നെ നമുക്ക് സാറ്റർഡേ ഒക്കെ ഫെസ്റ്റിവൽ ഡേയ്സ് പോലും നമുക്ക് ഓഫീസിൽ പോകേണ്ടി വരും ചിലപ്പോൾ. ബിക്കോസ് റോക്കറ്റ് ലോഞ്ചിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യും. അപ്പൊ ആ ഡേറ്റിന് മുമ്പ് നമ്മളെല്ലാം ശരിയാക്കണമല്ലോ. അപ്പൊ നമുക്ക് ടൈം എപ്പോഴും കുറവാണ്. ഇപ്പൊ എവിടെയാണ് സ്റ്റേഷൻ? ഞാൻ ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. ബാംഗ്ലൂരിലാണ് 37 വർഷം. ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂയിങ് ഓർ സ്റ്റിൽ നോട്ട് കണ്ടിന്യൂയിങ്, ബട്ട് ഐ ആം ഇൻ കമ്മിറ്റീസ് ഫോർ റിവ്യൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്മിറ്റീസ് ഉണ്ട് അതിനകത്ത്. പിന്നെ ഞാൻ ഇപ്പൊ ഫുൾ ടൈം സംഗീതമാണ്. ഞാൻ ഐ ഹാവ് കമ്പോസ്ഡ് കീർത്തനംസ് ഓൺ ഗുരുവായൂരപ്പൻ, അയ്യപ്പൻ, സരസ്വതി, അങ്ങനെ എൻ്റെ കച്ചേരിയിലും ഇപ്പൊ പാടി കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി. കാരണം ചുമ്മാതെ നിന്ന് ഈ എന്താണ് കൃപയാ പാലയ ശൗര്യ എന്നുള്ള പാടാൻ പറ്റത്തില്ല. അത് കൃത്യമായിട്ട് തന്നെ നല്ല തഴമ്പിച്ച് ഇരുന്ന് മുട്ടിൽ തഴമ്പ് വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ പാടാൻ പറ്റത്തുള്ളൂ. അസാധ്യമായിട്ട് പാടിയേക്കും. അത് ഇനി എക്സ്റ്റൻഷൻ ഉണ്ട്, അറിയാമല്ലോ. കുരുമേ കുശലം. പക്ഷെ ഇത്ര ഇത് നിർത്തി, കുഴപ്പമില്ല. കുരുമേ കുശലം അത് വരുന്നുണ്ടല്ലോ. ജഡ്ജസിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇല്ലില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഇനി എക്സ്റ്റൻഷൻ ഉണ്ട്, അറിയാമല്ലോ. ഞാൻ കമ്പോസ് ചെയ്ത ഒരു കീർത്തനം തീർച്ചയായിട്ടും ഖരഹരപ്രിയ രാഗത്തിലുള്ള ഗുരുവായൂരപ്പന്റെ കീർത്തനമാണ്. ഓക്കെ. കരുണാരസപൂരിതേ ഗുരുവായൂപുരേശ ഹരേ കരുണാ രസപൂരിതേ ഗുരുവായൂപുരേശ ഹരേ കരുണാ രസപൂരിതേ. വരദായക നിപുണ ശരണാഗത രക്ഷക വരദായക നിപുണ ശരണാഗത രക്ഷക മുരളീധര മോഹന പരിപാലയ ശ്രീകൃഷ്ണ മുരളീധര മോഹന പരിപാലയ ശ്രീകൃഷ്ണ കരുണാ രസപൂരിതേ ഗുരുവായൂപുരേശ ഹരേ കരുണാ രസപൂരിതേ. താങ്ക് യു മാഡം. വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ ഹസ്ബൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്. ഓക്കെ. ഹി ഈസ് വർക്കിംഗ് ഇൻ എൻ MNC. ഓക്കെ.
അദ്ദേഹം എന്നെക്കാൾ ബിസിയാണ്. ഓക്കെ. MNC ആയത് കാരണം വളരെ ബിസിയാണ്. അദ്ദേഹത്തിന് പാടിക്കൊടുക്കാറുണ്ടോ? അദ്ദേഹം എൻ്റെ ക്രിട്ടിക്കാണ്. ക്രിട്ടിക്കാണ്. പിന്നെ എൻ്റെ മോൻ അമേരിക്കയിലാണ്. ഓക്കെ. പുള്ളിയും എഞ്ചിനീയറാണ്. ഗ്രേറ്റ്. സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഡോട്ടർ ഇൻ ലോ ഈസ് ഓൾസോ എൻ എഞ്ചിനീയർ. വേറെ ആരെങ്കിലും പാടുമോ? ഇല്ല. ഇല്ല. അപ്പോൾ ഈ ശബ്ദമാണ് സംഗീതം ആ വീട്ടിലെ. എന്തായാലും such an honor to have you here. താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിൽ മാഡം. അതുപോലെ സൂപ്പറായിട്ട് പാടി. താങ്ക് യു സോ മച്ച്. മനോഹരമായിരുന്നു. പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ വായിൽ നിന്ന് ഇത് കേൾക്കുന്നത് തന്നെ വളരെ ഭാഗ്യമാണ്. താങ്ക് യു സോ മച്ച്.